പാവറട്ടി പഞ്ചായത്ത് 2-ാം വാർഡ് MG റോഡിനരികിലെ കാനയിലൂടെ മാലിന്യം ഒഴുകുന്നത് പഞ്ചായത്ത് മെമ്പർ സുമയ്യ സിനിമോന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ തടഞ്ഞു. പൊതുമരാമത്ത് വിഭാഗത്തിലും പഞ്ചായത്തിലും ആരോഗ്യവകുപ്പിലും പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടാകാത്തതിനെ തുടർന്നാണ് വെട്ടുകല്ലുപയോഗിച്ച് കെട്ടി കാനയിലൂടെയുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് തടഞ്ഞത്. പാവറട്ടി സെന്ററിൽ നിന്നും മലിനജലമാണ് കാനയിലൂടെ ഒഴുകിവരുന്നത്. കറുത്ത നിറവും അസഹ്യമായ ദുർഗന്ധവും മൂലം പ്രദേശവാസികൾ വളരെയധികം ബുദ്ധിമുട്ടനുഭവിക്കുന്നു. പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ വേനൽക്കാലത്തും ഒഴുകിവരുന്ന മലിനജലത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പ്രശ്നത്തിന് പരിഹാരം കാണാതെ കാനയിലുണ്ടാക്കിയ തടസ്സം നീക്കില്ല എന്ന നിലപാടിലാണ് പഞ്ചായത്ത് മെമ്പറും നാട്ടുകാരും. PWDയിൽ കംപ്ലൈന്റ് കൊടുത്ത് ഇവിടെ എല്ലാവരും പൂച്ചേരി തോടിൽ വേസ്റ്റ് വെള്ളം നിറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞപ്പോൾ നമ്മൾ PWD പോയി കംപ്ലൈന്റ് കൊടുത്തിട്ട് യാതൊരു ആക്ഷനും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ പഞ്ചായത്തിൽ ചോദിക്കുമ്പോൾ പഞ്ചായത്തിൻ്റെ ആസ്തിയിലല്ല നമ്മുടെ ഈ കാന ഉള്ളത്. അപ്പോൾ ഈ വേസ്റ്റ് വെള്ളം ഇപ്പം മഴക്കാലമല്ല, മഴക്കാലത്തിന് വെള്ളം പോകാനാണ് നമ്മൾ കാന നിർമ്മിച്ചേക്കുന്നത്. ഇതിപ്പോൾ മഴക്കാലം അല്ലെങ്കിലും ഇവിടെ വെള്ളം ഇപ്പോൾ തന്നെ നിറഞ്ഞേക്കാണ്. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ എല്ലാവരും കൂടി കാണാൻ വേണ്ടിയിട്ട് നമ്മളിത് അടച്ചേക്കാണ്. ഇതെന്താണ് ഇവിടെ ഈ വെള്ളം വന്ന് നിൽക്കണേന്നൊന്ന് നമുക്ക് കാരണം കണ്ടെത്തണം. പാവറട്ടി സെന്ററിലൂടെ ഒഴുകിവരുന്ന മാലിന്യം പൂച്ചേരി തോട് വഴിയാണ് ചമ്പ്രം തോട്ടിലേക്ക് ഒഴുകുന്നത്. പൂച്ചേരി തോട് പഞ്ചായത്തിന്റെ ആസ്തിയിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നാണ് അധികൃതർ പറയുന്നത്. വർഷക്കാലത്ത് വെള്ളത്തിലൂടെ മാലിന്യം ഒഴുകിപ്പോകും. എന്നാൽ വേനൽക്കാലത്ത് അസഹ്യമായ ദുർഗന്ധം വമിക്കുന്ന കൊതുകു വളർത്തൽ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇവിടം.